എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. 2026 ജൂലൈ മാസത്തിൽ ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകളും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2026 ജൂലൈ മാസത്തിലേക്ക് കടക്കുമ്പോൾ ബാങ്ക് അറിയിപ്പുകളിൽ പല മാറ്റങ്ങളും ഉണ്ട്, പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവധി ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഞായറാഴ്ചയും ശനിയാഴ്ചയും മാത്രമാണ് പൊതുവായിട്ടുള്ള അവധി ഉള്ളത്. പ്രാദേശിക അവധി ഒഴിച്ചാൽ കേരളത്തിൽ ബാങ്ക് അവധികളായിട്ട് വേറെ ദിവസങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ജൂലൈ മാസത്തിൽ. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണ് എങ്കിൽ കുടിശ്ശിക നിവാരണ പദ്ധതിയാണ് സഹകരണ മേഖലക്ക് ആശ്വാസമായിട്ട് ആശ്വാസ് 2026 സംസ്ഥാന സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചു. സഹകരണ സംഘങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസമായി സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് ആശ്വാസ് 2026. 100 ദിന കർമ്മ പദ്ധതികൾ ജൂലൈ 1 പ്രഖ്യാപിച്ചത് എങ്കിലും ആശ്വാസ് പദ്ധതി ജൂൺ 1 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 31 വരെയാണ് ഇത് നടപ്പിലാക്കുക. പ്രാഥമിക സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയ കാരണത്താൽ വർദ്ധിച്ചു വരുന്ന കുടിശ്ശിക, നിഷ്ക്രിയ ആസ്തി കുറച്ച് നിക്ഷേപകരുടെ താല്പര്യം കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പദ്ധതി കാലയളവിലെ ജപ്തി, ലേല നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. ഇതിന്റെ പിഴ പലിശ പൂർണ്ണമായും ഒഴിവാക്കും. 2 ലക്ഷം രൂപ വരെ വായ്പകളിൽ വിവിധ തരത്തിലുള്ള ഫീസുകൾ, കോടതി, പരസ്യ ചെലവുകൾ എന്നിവ സഹകരണ സംഘങ്ങൾ ഒഴിവാക്കും. സ്വർണ്ണപ്പണയ വായ്പ, നിക്ഷേപ വായ്പ എന്നിവ ഒഴികെയുള്ള കാലാവധി കഴിഞ്ഞ MDS, MSS ഉൾപ്പെടെയുള്ള എല്ലാ വായ്പകളിലും ഈ ഇളവ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നിരവധി വിഭാഗങ്ങളിലായി നിരവധി കിഴിവുകളാണ് പലിശ ഇനത്തിലും മറ്റുമായിട്ട് ലഭിക്കുന്നത്. പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഓഗസ്റ്റ് 31 വരെയാണ് സമയമുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്ക് അറിയിപ്പ്, ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായവർക്ക് ആശ്വാസ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി മുതൽ ഡിജിറ്റൽ തട്ടിപ്പ് വഴി പണം നഷ്ടമാകുന്നവർക്ക് 25,000 രൂപ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട തുകയുടെ 85% ഇവയിൽ ഏതാണോ കുറവ് അവ RBI നൽകുന്നതാണ്. 2027 ജനുവരി 1 മുതലാണ് പുതിയ സംവിധാനം നിലവിൽ വരിക. ഇതുവഴി 50,000 രൂപ വരെയുള്ള ഡിജിറ്റൽ പണമിടപാട് തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവർക്ക് തട്ടിപ്പിലൂടെ നഷ്ടമായ പണത്തിന്റെ വലിയൊരു ഭാഗം തിരിച്ചു പിടിക്കാൻ കഴിയും. പുതിയ സംവിധാനം അനുസരിച്ച് ഇരയായവർക്ക് അവരുടെ നഷ്ടമായ തുകയുടെ 85% അല്ലെങ്കിൽ 25,000 രൂപ വരെ ഏതാണോ കുറവ് അത് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും. ബാങ്കിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും നഷ്ടപരിഹാരം ലഭിക്കുക. ബാങ്കിന്റെ അശ്രദ്ധ കാരണമാണ് തട്ടിപ്പ് നടന്നത് എങ്കിൽ ഇരയായവർക്ക് പൂർണ്ണമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. തട്ടിപ്പ് നടന്നതായി ഉപഭോക്താവിന് ബോധ്യമായാൽ ഉടനെ തന്നെ ബാങ്കിനെ അറിയിക്കണം. റിപ്പോർട്ട് ചെയ്യുന്നത് വൈകിയാൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള സാധ്യത കുറയും. പണം നഷ്ടമായാൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ പരാതി നൽകണം. സൈബർ തട്ടിപ്പുകൾ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നത്. സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും മാർഗനിർദ്ദേശങ്ങളും RBI ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പരാതികൾ തീർക്കാനുള്ള റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സംവിധാനത്തിന് ജൂലൈ 1 മുതൽ കൂടുതൽ അധികാരങ്ങൾ വരികയാണ്. ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഉപഭോക്താവിനുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ നിലവിൽ 20 ലക്ഷം രൂപ പരിഹാരമായി വിധിക്കാനാണ് അധികാരം ഉണ്ടായിരുന്നത് എങ്കിൽ ജൂലൈ 1 മുതൽ ഇത് 30 ലക്ഷം രൂപ വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സമയ നഷ്ടം, മാനസിക ക്ലേശം തുടങ്ങിയവയ്ക്ക് കണക്കിലെടുത്ത് 3 ലക്ഷം രൂപ വരെയും നഷ്ടപരിഹാരം വിധിക്കാം. നിലവിൽ ഇത് 1 ലക്ഷം രൂപയാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നൽകുന്ന പരാതികളിൽ 30 ദിവസത്തിനകം മറുപടി ലഭിക്കാതിരിക്കുകയോ പരാതി തൃപ്തികരമല്ലാതിരിക്കുകയോ ചെയ്താൽ CBI ഓംബുഡ്സ്മാനെ 1 വർഷത്തിനകം സമീപിക്കാം. കേരളമടക്കം നിലവിൽ RBI ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാന്റെ പരിധിയിലുണ്ട്. cms.rbi.org.in എന്ന വെബ്സൈറ്റ് വഴിയോ crpc@rbi.org.in എന്ന മെയിൽ വഴിയോ പരാതികൾ അറിയിക്കാം. പരാതിയുടെ മാതൃക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഏതൊക്കെ ബാങ്കുകൾ
സംവിധാനത്തിന്റെ പരിധിയിൽ വരുമെന്നും വെബ്സൈറ്റ് സംശയങ്ങൾക്ക് മലയാളം ഉൾപ്പെടുന്ന 10 ഭാഷകളിൽ ടോൾ ഫ്രീ നമ്പർ സൗകര്യമുണ്ട്. 14 44 8 എന്ന നമ്പറിൽ രാവിലെ 9:45 മുതൽ വൈകുന്നേരം 5:15 വരെ വിളിക്കാം. ധനകാര്യ സ്ഥാപനങ്ങളിൽ ആഭ്യന്തര ഓംബുഡ്സ്മാൻമാർക്കും ഇനി നഷ്ടപരിഹാരം നൽകാനുള്ള അധികാരം ഉണ്ടാകും. ബാങ്കുകൾക്ക് ലഭ്യമാകുന്ന പരാതികളിൽ ഭാഗികമായി പരിഹാരം ഉണ്ടാവുകയോ മൊത്തമായി തള്ളുകയോ ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ബാങ്കിന്റെ ഭാഗമായ സ്വതന്ത്ര ആഭ്യന്തര ഓംബുഡ്സ്മാൻ ഇവ പരിഗണിക്കുന്നത്. ഉപഭോക്താക്കളുടെ പരാതികൾ സ്വതന്ത്ര പരിശോധനയില്ലാതെ തള്ളുന്നത് ഒഴിവാക്കാനാണ് ഈ സംവിധാനം. ഉപഭോക്താവിന് പരാതി നൽകിയാൽ ആദ്യം ബാങ്ക് അത് പരിശോധന നടത്തും. ഇത് പൂർണ്ണമായും പരിഹരിച്ചാൽ നടപടി അവിടെ അവസാനിക്കും. പരാതി കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ശാഖകൾക്ക് തന്നെ അത് അവസാനിപ്പിക്കാൻ അധികാരം ഉണ്ടാകില്ല. പരാതികൾ ഔദ്യോഗികമായി തീർക്കുകയോ തള്ളുകയോ ചെയ്താൽ മുതിർന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കണം. ഇതിനുശേഷം ആഭ്യന്തര ഓംബുഡ്സ്മാന്റെ പരിശോധനയ്ക്കെത്തും. ഓംബുഡ്സ്മാൻ 30 ദിവസത്തിനും ഉപഭോക്താവിന് മറുപടി നൽകും. ബാങ്കിന്റെ നടപടി തെറ്റാണ് എങ്കിൽ തിരുത്താൻ നിർദ്ദേശിക്കാം. ഒപ്പം നഷ്ടപരിഹാരം ശുപാർശ ചെയ്യും. ആഭ്യന്തര ഓംബുഡ്സ്മാന്റെ നടപടിയിലും തൃപ്തികരമല്ല എങ്കിൽ ഉപഭോക്താവിന് RBI ഓംബുഡ്സ്മാനെ സമീപിക്കാം. ആഭ്യന്തര ഓംബുഡ്സ്മാന് ഉപയോക്താവിൽ നിന്നും നേരിട്ട് പരാതി സ്വീകരിക്കാനാകില്ല. SBIയിൽ നിരവധി ഒഴിവുകളുണ്ട്. 1500ഓളം ഒഴിവുകളാണ് ഉള്ളത്. പ്രൊബേഷനറി ഓഫീസറാകാനാണ് SBIയിൽ അവസരം ഉള്ളത്. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.sbi.bank.in/careers എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ഉള്ളത്. അപേക്ഷ ജൂലൈ 8 തുടങ്ങും. എല്ലാ ബാങ്ക് ഗുണഭോക്താക്കളും KYC നടപടികൾ ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും KYC നോട്ടീസ് വന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും KYC നടപടി പൂർത്തീകരിക്കണം. ആധാർ സീഡിംഗ് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് PM കിസാൻ സമ്മാൻ നിധി, അതുപോലെ തന്നെ തൊഴിലുറപ്പ് വേതനം, കേന്ദ്ര പെൻഷൻ വിഹിതം എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ആധാറും ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. KYC ചെയ്യുമ്പോൾ ഇപ്പം അതെല്ലാം സ്വമേധയാ ആകുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.